അർജുൻ, നിന്റെ മരണം കാണാതെ ഈ ഇന്ദ്രനൊരു ഉറക്കമില്ല. കയ്യിലുള്ള വൈൻ ചുണ്ടിലേക്ക് കമഴ്ത്തിക്കൊണ്ട് ദേഷ്യത്തോടെ ഇന്ദ്രൻ പറഞ്ഞു. ലക്ഷ്മേ, പോട്ടെ, ഇനി പോയില്ലെങ്കിൽ കോളേജ് ഗേറ്റ് പൂട്ടും. വാമി ലക്ഷ്മിയുടെ കവളിൽ ഉമ്മ വെച്ച് പുറത്തേക്കിറങ്ങി. അച്ചു രാവിലെ തന്നെ സ്വപ്നം കണ്ട് നിൽക്കാതെ കയറുന്നുണ്ടോ നീ? വാമി അർജുന്റെ കൂടെ മുൻ സീറ്റിലും അച്ചു പിൻസീറ്റിലും ഇരുന്നു. കണ്ണേട്ടാ, ഇത് ഏത് ലോകത്താണ്? ഒന്നുമില്ല എൻ്റെ വാമിക്കൊച്ചേ. ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്താ ഈ ചിന്തിച്ചു കൂട്ടുന്നത്? വാമി ചോദിച്ചു. എന്തേ, എനിക്ക് ചിന്തിക്കാൻ നിന്റെ പെർമിഷൻ വേണോ? കണ്ണേട്ടാ. വാമി, അല്ലെങ്കിൽ തന്നെ ഞാൻ ഭ്രാന്ത് പിടിച്ചിരിക്കുക. കണ്ണേട്ടാ, അതിന് ഞാൻ നിന്നോട് അല്ലേ പറഞ്ഞത്? അതും പറഞ്ഞ് വാമിയെ അടിച്ചു അവൻ. വാമി നിറഞ്ഞ കണ്ണോടെ അർജുനെ നോക്കി. അപ്പോഴാണ് താൻ എന്താ ചെയ്തതെന്ന് അർജുന് ബോധം വന്നത്. വാമി, ഞാൻ... അച്ചു, വാ, ഇറങ്ങ്, നമുക്ക് ഓട്ടോ പിടിച്ച് കോളേജിലേക്ക് പോകാം. അച്ചുവും വാമിയും കാറിൽ നിന്ന് ഇറങ്ങുന്നത് ഇന്ദ്രൻ കണ്ടു. അർജുൻ, നിന്റെ തോൽവി ഇന്ന് തൊട്ട് തുടങ്ങുന്നതാണ്, ഇന്ദ്രൻ പുച്ഛത്തോടെ പറഞ്ഞു. വാമി, കണ്ണേട്ടനത് എന്തു പറ്റി? നിന്നെ ഏട്ടനൊന്ന് നുള്ളി നോവിക്കുന്നത് പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അച്ചു ചോദിക്കുന്നത് കേട്ട് വാമി പൊട്ടിച്ചിരിച്ചു. എടി, നിനക്ക് എന്തു പറ്റി? പറയാം. അവിടെ ജോണിനെ കണ്ട് അച്ചുവിൻ്റെ കണ്ണൊന്ന് വിടർന്നു. ഇച്ചു, ക്ലാസ്സിൽ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു കാര്യമുണ്ട്, വാ. എന്ത് കാര്യം? അതൊക്കെ പറയാം. അതിനു മുമ്പ് ഒരാൾ ഇങ്ങോട്ട് വരാനുണ്ട്. അവരെല്ലാവരും ആ ഒരാളെ കാത്തുനിന്നു. അല്പസമയത്തിനു ശേഷം ആ ഒരാളെത്തി. ഇത് ആദിയേട്ടനല്ലേ, അന്ന് ക്ഷേത്രത്തിൽ വെച്ച് കണ്ട ഏട്ടൻ? അച്ചു ചോദിച്ചു. അതെ, ആദിത്യ ഞങ്ങളുടെ ഫ്രണ്ടാണ്. ഫ്രണ്ടോ? അതെ, ഇവൻ PG വരെ ഈ നാട്ടിലായിരുന്നു. പിന്നീട് ഒരു വിവരവുമില്ല. എന്താടാ ആദി, നിനക്ക് മോളെ പഠിപ്പിക്കാൻ ദൂരെയുള്ള ബാംഗ്ലൂർ മാത്രമേ കിട്ടിയുള്ളൂ? നമ്മുടെ കേരളത്തിൽ തന്നെ എത്ര യൂണിവേഴ്സിറ്റി ഉണ്ട്, അതിൽ ചേർത്തിയാൽ പോരായിരുന്നോ? ജോൺ ദേഷ്യത്തോടെ ആദിയെ കുറ്റപ്പെടുത്തി. ഇച്ച, വേണ്ട, കഴിഞ്ഞത് കഴിഞ്ഞു. അല്ല, ഇന്ന് കണ്ണേട്ടൻ വീട്ടിലേക്ക് വന്നപ്പോൾ ആദിയേട്ടൻ അറിയാത്തതുപോലെ പെരുമാറിയത് എന്തിനാ? വാമിയായിരുന്നു ചോദിച്ചത്. അത് വേറൊന്നുമല്ല, അയാൾ അറിയരുത്. ആര്? അർജുൻ്റെ അച്ഛൻ വിശ്വൻ. അയാൾ കാരണമാണ് എൻ്റെ അച്ഛൻ ഇങ്ങനെ ആയത്. കൃഷി ഓഫീസറായിരുന്നു എൻ്റെ അച്ഛൻ. അയാളും അയാളുടെ ഭാര്യയും പുതിയ ഫാക്ടറി ആരംഭിച്ചതോടെ ആ ദേശത്തുകാരുടെ പരിധികൾ കൂടി. കൊയ്ത്തെടുക്കുന്ന നെല്ലുകൾ നശിക്കാൻ തുടങ്ങി. ആളുകൾ പട്ടിണിയിൽ അകപ്പെട്ടു. ഒടുവിൽ കുറേ പേര് ആത്മഹത്യ ചെയ്തു. അത് കണ്ടതും അച്ഛനൊരു തീരുമാനമെടുത്തു, ഫാക്ടറി പൂട്ടാൻ. പിന്നീട് അങ്ങോട്ട് ആ വിശ്വൻ വെറുതെ ഇരുന്നില്ല. അച്ഛനെ കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. ഫാക്ടറി പൂട്ടിയ ദേഷ്യത്തിൽ ആ വിശ്വൻ അച്ഛനെ കൊല്ലാൻ നോക്കി. ഇപ്പോൾ വൃന്ദമോളുടെ വിയോഗത്തിൽ തളർന്ന് കിടക്കുകയാണ്. എല്ലാം എൻ്റെയും അർജുൻ്റെയും പ്ലാനായിരുന്നു. ലക്ഷ്മി അമ്മയെ വേണ്ടെന്ന് വെച്ച് പോയതല്ലേ. അർജുൻ എന്തായാലും അവൻ്റെ അച്ഛനെ വേണ്ട. എൻ്റെ അച്ഛൻ തളർന്നു കിടന്നത് മുതൽ ഞാൻ ആകെ തകർന്നിരുന്നു. എന്തിനും ഏതിനും കൂടെ ഉണ്ടായിരുന്നത് ജോണും അർജുനും ആയിരുന്നു. ആ വിശ്വൻ്റെ മക്കളാണ് ഇന്ദ്രനും വൈശാഖും. ആ വൈശാഖ് എൻ്റെ അനിയത്തിയെ, അത് ഓർക്കുമ്പോൾ എൻ്റെ കൈ തരിക്കുക. ഇപ്പോൾ അവൻ ജയിലിലായിരിക്കും. ഓരോന്നിനും ഞാൻ പകരം ചോദിക്കും. ആദി ദേഷ്യത്തോടെ പറഞ്ഞു. ഒന്നും മനസ്സിലാവാതെ അച്ചു അവിടെ ഇരിക്കുന്നുണ്ട്. അവളുടെ ഇരിപ്പ് കണ്ട് വാമിക്ക് ചിരി വന്നു. അച്ചു, ഞാനും ദേ ഇച്ചുവും ആദിയേട്ടനും കണ്ണേട്ടനും ഇട്ട പ്ലാനായിരുന്നു ഇത്. ആ ഇന്ദ്രൻ്റെ മുമ്പിൽ ഞാനും കണ്ണേട്ടനും ഇപ്പോൾ ശത്രുക്കളെ പോലെയാണ്. ഇന്ദ്രൻ കാറിൽ ഇരിക്കുന്നത് കണ്ടാണ് ഞാൻ കണ്ണേട്ടനോട് അങ്ങനെ പറഞ്ഞത്. എന്നെ തല്ലിയത് കൊണ്ട് ഇന്ദ്രേട്ടൻ ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും. കുറച്ചു ദിവസം അവർ സന്തോഷിക്കട്ടെ. അവർ ബീച്ചിലേക്ക് പോയി. അർജുൻ അവരെ കാത്ത് ബീച്ചിലുണ്ടായിരുന്നു. അർജുൻ വാമിയുടെ ചുവന്ന കവിൾ നോക്കി. തന്നെ തല്ലിയതിൽ കണ്ണേട്ടന് വിഷമമുണ്ടെന്ന് വാമിക്ക് തോന്നി. അവൾ പുഞ്ചിരിയോടെ അർജുൻ്റെ അടുത്തേക്ക് ചെന്നു. കണ്ണേട്ട, എന്താ ഇത്? വന്നേ, എനിക്ക് അതാ ആ കാണുന്ന മിഠായി വാങ്ങിത്താ. വാമി, പോ കണ്ണേട്ട. വാമി, വാമിക്കൊച്ചേ, എന്താ? കണ്ണേട്ട, എൻ്റെ വാമയ്ക്ക് വേദനിച്ചോ? ഇല്ല, ദേ ഇവിടെ ഒരു ഉമ്മ തന്നാൽ എൻ്റെ വേദനയെല്ലാം മാറും. ആണോ? അതേന്നേ. അർജുൻ നിറപുഞ്ചിരിയോടെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ കവിളിലേക്ക് അടുപ്പിക്കുമ്പോഴേക്കും അവിടേക്ക് ജോൺ വന്നു. ഡാ, ഇത് വീടല്ല, ബീച്ചാണ്. അത് രണ്ടുപേർക്കും ഓർമ്മ വേണം. ജോൺ പറഞ്ഞതും രണ്ടുപേരും വിളിച്ചു കാണിച്ചു. ഞാൻ പോട്ടെ, അവിടെ അച്ചുവിനെ ഒറ്റക്കാക്കി വന്നതാ. പെണ്ണ് ആ കട തന്നെ വാങ്ങുമെന്ന് തോന്നുന്നുണ്ട്. ജോണിൻ്റെ ഓട്ടം കണ്ട് വാമിയും അർജുനും ചിരിച്ചു. കണ്ണേട്ടാ, ആ ഇന്ദ്രനും വൈശാഖും കണ്ണേട്ടൻ്റെ അനിയന്മാരല്ലേ? വാമി, വേറെന്തെങ്കിലും പറ. അവൻ്റെയും അവൻ്റെ അനിയൻ്റെയും കൂടല്ലേ? അർജുൻ വാമിയോട് ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും ചൂടായോ? ഇപ്പോൾ തന്നെ ചൂട് കൂടുതലാണ്. ആ ചൂടിനേക്ക് കണ്ണേട്ടിന് കൂടെ ചൂടായാലോ? മൊത്തം പൊള്ളുന്നേ. ആണോ? ആണെങ്കിൽ ചൂട് ഒരു ചുടുചുംബനങ്ങൾ ഏക്കാൻ റെഡിയാണോ നീ? അത് അർജുൻ വാമിയുടെ ടോപ്പിൻ്റെ ഇടയിലൂടെ അവൻ്റെ കൈ അവളുടെ ഇടുപ്പിൽ പിടിമുറുക്കി. കണ്ണേട്ട, ഇത് ബീച്ചാ, വിട്ടേ.
വാമി അർജുനെ ആ മണലിൽ തള്ളിയിട്ടുകൊണ്ട് ഓടി. വൈകുന്നേരം ലക്ഷ്മി ടെറസിൽ തുണികൾ എടുക്കാൻ ചെന്നപ്പോഴാണ് ആരോ മരിച്ചു കിടക്കുന്നത് കണ്ടത്. ലക്ഷ്മി അപ്പോൾ തന്നെ തറയിലേക്ക് ബോധം മറിഞ്ഞു വീണു. അച്ചു! ലച്ചു അമ്മയുടെ നിലവിളിയല്ലേ കേട്ടത്? ആടി. അവർ രണ്ടുപേരും ടെറസിലേക്ക് ചെന്നു. അമ്മേ, കണ്ണു തുറക്ക്. അച്ചു നോക്കിയപ്പോൾ ഒരാൾ ചത്തു മലർന്നു കിടക്കുന്നു. വാമി, ദേ അവിടെ ഒരു പ്രേതം. പ്രേതോ? എവിടെ? ദേ അവിടെ. വാമിയും അച്ചുവും ഭയത്തോടെ നടുങ്ങി നിന്നു. കണ്ണേട്ടാ! വാമിയുടെ നിലവിളി കേട്ടതും അർജുൻ പെട്ടെന്ന് ഓടിച്ചെന്നു. എന്താ അച്ചു, എന്താ പറ്റിയേ? അർജുൻ കിതപ്പിടക്കി അച്ചുവിനോട് ചോദിച്ചു. അത് ഏട്ടാ, വാമി, അമ്മ. അച്ചു, നീ ഇത് എന്തൊക്കെയാണ് പറയുന്നത്? വാമി എവിടെ? അയ്യോ അമ്മേ! അർജുൻ നിലത്ത് ബോധമില്ലാതെ കിടക്കുന്ന ലക്ഷ്മിയെ കോരിയെടുത്ത് റൂമിലേക്ക് കൊണ്ടുപോയി. അമ്മേ, കണ്ണു തുറക്ക്. അർജുൻ ജഗ്ഗിലുള്ള വെള്ളം അമ്മയുടെ മുഖത്തേക്ക് തളിച്ചു. അർജുൻ, അവിടെ ടെറസിൽ ആരോ മരിച്ചു കിടക്കുന്നത് അമ്മ കണ്ടു. മരിച്ചു കിടക്കുന്നതോ? അതേ മോനെ. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. അമ്മ റെസ്റ്റ് എടുത്തോ. അച്ചു വന്നേ. കണ്ണേട്ടാ. അച്ചു, എന്താ ഉണ്ടായേ? അത് അമ്മ നിലവിളിച്ച കേട്ട് ഞാനും വാമിയും ടെറസിലേക്ക് പോയി. അവിടെ ഒരാൾ മരിച്ചു കിടക്കുന്നതാണ് ഞങ്ങൾ കണ്ടേ. പിന്നെ ഞാൻ വെള്ളം എടുക്കാൻ താഴേക്ക് പോയ ശേഷമാണെന്ന് തോന്നുന്നു ആ മരിച്ചു കിടക്കുന്നവനെയും വാമിയെയും കാണുന്നില്ല. എനിക്ക് തോന്നുന്നു അത് ഇന്ദ്രനാവുമെന്ന്. അച്ചു, നീ അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവണം. ഞാനിപ്പോൾ വരാം. അർജുൻ അവൻ്റെ ബുള്ളറ്റ് എടുത്ത് ഇന്ദ്രൻ്റെ താവളത്തിലേക്ക് പോയി.